ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ടാറ്റു മെഷീനാണ്. OG പ്രൊഡ്യൂസിൻ്റെ ഫ്യൂരി 2. യെസ് ഗായ്സ്, ഇതാണ് നമ്മുടെ OG പ്രൊഡ്യൂസിൻ്റെ ഫ്യൂരി 2 എന്ന് പറയുന്ന മെഷീൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ട്രാവലിംഗ് കേസാണ് അവർ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ക്വാളിറ്റിയുള്ള ട്രാവലിംഗ് കേസാണ്. നമുക്ക് അത്യാവശ്യം സ്ട്രെസ്സും എല്ലാം എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ട്രാവലിംഗ് കേസാണിത്. സോ സിബ്ബേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സിബ്ബൊക്കെയാണ് ഈ ട്രാവലിംഗ് കേസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ മെഷീൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ മെഷീൻ OG ഫ്യൂരി 2. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ 2 ഗ്രിപ്സ് അവൈലബിൾ ആണ്. ഒരു ചെറിയ ഗ്രിപ്പും ഒരു വലിയ ഗ്രിപ്പും. പിന്നെ നമുക്ക് ഈ മെഷീനെ ഒരു പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു RCA കണക്ഷൻ, പിന്നെ എക്സ്ട്രാ ഒരു ബാറ്ററി. ദെൻ യു ഗെറ്റ് എ പവർ ഡോക്ക് ദാറ്റ് യു ക്യാൻ ചാർജ് both of your batteries at the same time. Then you get few O-rings, then a USB-C to USB-C cable plus an RCA cable, basically to make your machine a normal pen machine. Yes. അപ്പം ഇനി നമുക്ക് നമ്മുടെ മെഷീനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു വളരെ ഹാൻഡി ആയിട്ടുള്ളതും വളരെ ഈസി ടു വർക്ക് ഉള്ളൊരു മെഷീനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഹാൻഡ്ലിങ്ങിനാണെങ്കിലും ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു ലയൺ ടാറ്റു ഞാൻ ഫ്യൂരി വെച്ചിട്ടാണ് ചെയ്തത്. ഐ റിയലി ലൈക്ക് ദ സോഫ്റ്റ് ഹിറ്റ് ഓഫ് ദിസ് മെഷീൻ ദാൻ ദ ലൈനിങ് മോഡ്. ഈ മെഷീൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9000 RPM റൺ ചെയ്യുന്ന ഒരു 12 വോൾട്ട് മോട്ടറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പിന്നെ അലൂമിനിയം അലോയ് ആണ് ബോഡി വന്നേക്കുന്നത്. യു ക്യാൻ ഹിയർ ഇറ്റ്. അലൂമിനിയം അലോയ് ആണ് ബോഡി വന്നേക്കുന്നത്. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2300 mAh ബാറ്ററിയാണ്. ശരിക്കും നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ നേരത്തൊരു 5 വോൾട്ട് 3 ആംസിൻ്റെ ഒക്കെ ഒരു ചാർജിങ് ഡോക്കായിരിക്കണം നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പിന്നെ USB-C ചാർജിങ് മോഡൊക്കെയാണ് വരുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 4 mm ആണ് മെഷീൻ സ്ട്രോക്ക് വരുന്നത്. അത്യാവശ്യം സോഫ്റ്റ് ഷെയ്ഡിങ്ങും കളർ പാക്കിങ്ങിനും ലൈൻസിനും കൊള്ളാം. ബട്ട് ലൈൻസിന് ഞാൻ അത്ര ഹാപ്പി അല്ല ഈ മെഷീൻ കൊണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മോട്ടർ എന്ന് പറയുന്നത് OGയുടെ തന്നെ കസ്റ്റമായിട്ടുള്ള ഒരു ബ്രഷ്ലെസ് മോട്ടറാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. വർക്കിംഗ് വോൾട്ടേജ് എന്താ പറയുന്നത് ഒരു 4 to 12 വരെയാണ് വർക്കിംഗ് വോൾട്ടേജ് വരുന്നത്. പിന്നെ മെഷീന് 2 ഹീറ്റിംഗ് മോഡുണ്ട്. ഒരു സോഫ്റ്റ് ഹീറ്റിംഗ് മോഡും പിന്നെ ഒരു ഹാർഡ് ഹീറ്റിംഗ് മോഡും, ബേസിക്കലി ഫോർ ലൈനിങ് ആൻഡ് ഷെയ്ഡിങ്. അപ്പം മെഷീനെ ഒന്ന് ഓൺ ആക്കി നിങ്ങളൊക്കെ എത്തിച്ചു തരാം. ഓക്കെ, ലോങ് പ്രസ്. സോ യു ക്യാൻ സീ ദ OG സിമ്പിൾ പോപ്പിംഗ് ഓൺ. സോ വെരി കൂൾ ഡിസ്പ്ലേ, വളരെ ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ ആണ് ഈ ബാറ്ററിയുടെ പകുതി ചാർജും വലിച്ചുകൊണ്ട് വന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ ശരിക്കും ഒരു എന്താ പറയുന്നത് ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ നിൽക്കും എന്നൊക്കെ പറയും. ബട്ട് എൻ്റെ യൂസ് വെച്ചിട്ടും ഞാൻ കൂടുതൽ ലൈൻസും കളർ പാക്കിങ്ങും സോഫ്റ്റ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു യൂസ് വെച്ചിട്ട് സോഫ്റ്റ് ഷെയ്ഡ്സ് ചെയ്യുന്ന ടൈമിൽ ഇറ്റ് വിൽ ലാസ്റ്റ് അറൌണ്ട് 8 to 9 hours. അല്ലാതെ ലൈൻസും കളർ പാക്കിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് അത്രയും സ്ട്രോങ് ഹിറ്റിങ്ങും ഒന്നും തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ 2 ഫ്രണ്ട്സും ഈ മെഷീൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവർക്കും ലൈനിങ്ങിൽ അവരത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ കളർ പാക്കിങ്ങിനും ഷെയ്ഡിങ്ങിലും മെഷീൻ ഇസ് സോ ഗുഡ്. ആൻഡ് ഞാൻ ഈ മെഷീൻ ഒന്ന് ഓൺ ആക്കി നിങ്ങളെ കേൾപ്പിച്ചു തരാം. വൺ ടാപ്പ് ഓൺ. ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ ഹിയർ ദ വോയിസ്. സോ ഇവിടെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ദ മോഡ് വിൽ ചേഞ്ച്. നൗ ഇറ്റ്സ് ലൈക്ക് സോഫ്റ്റ് ഹിറ്റ്. ബേസിക്കലി O എന്ന് പറയുന്നത് സോഫ്റ്റ് ഹിറ്റും G എന്ന് പറയുന്നത് ഹാർഡ് ഹീറ്റും ആണ്. ആ വോയിസ് ചേഞ്ച് ആവുന്നതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? നോയ്സ് മെഷീൻ്റെ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും. ഐ ഷോ ഇറ്റ് അഗൈൻ. നൗ ഇറ്റ് ഈസ് സോഫ്റ്റ് ഹീറ്റിംഗ്. 8.5 ആണെങ്കിലും വളരെ സോഫ്റ്റ് ഹീറ്റിംഗ് ആണ്. നൗ ഇറ്റ് ഈസ് ഹാർഡ് ഹീറ്റിംഗ്. ഇറ്റ്സ് റിയലി 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 ഗുഡ് മെഷീൻ. വളരെ പ്രീമിയം ഫീലാണ് മെഷീൻ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊരിക്കലും ഒരു എന്താ പറയുന്നത് സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല. എനിക്ക് മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പുറത്ത് മാത്രം ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഗൈസ് ക്യാൻ ആസ്ക് അബൌട്ട് ഇറ്റ്. സോ ഐ ക്യാൻ ഗിവ് യു എ ബെറ്റർ റിവ്യൂ ഓഫ് ദിസ് മെഷീൻ ആൻഡ് എ പേഴ്സണൽ റിവ്യൂ സെയിം. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ലൈൻ ചെയ്യാൻ ഞാൻ മെഷീൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. കളർ പാക്കിങ്ങിനും ഷെയ്ഡിങ്ങിനും ഞാൻ വളരെ 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 കംഫർട്ടബിൾ ആണ്. വളരെ വളരെ എന്താ പറയുന്നത് ബെറ്ററാണ് മെഷീൻ. പിന്നെ 9000 RPM ഉള്ളൊരു മെഷീൻ ആകുന്ന നേരത്ത് അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ.
നമുക്ക് നല്ല സ്ട്രോങ് ഔട്ട്ലൈൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി എപ്പോഴും ഒരു 10,000 RPM മണ്ടയ്ക്കുള്ള 12,000 RPM താഴെ നിൽക്കുന്ന ഒരു മെഷീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. സോ എൻ്റെ പർപ്പസിന് ഷെയ്ഡിങ് വർക്ക്സിന് ഞാൻ കൂടുതലും ഇവനെയാണ് എടുക്കാറുള്ളത്. ആൻഡ് ഐ ആം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഇനി ഇതിൻ്റെ മെഷീൻ്റെ ബാറ്ററി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ ഞാൻ കാണിച്ചില്ല. ഭയങ്കര ഫണ്ണാണ്. ബിഷപ്പൊക്കെ വരുന്ന പോലെ തന്നെ, ബിഷപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ ജസ്റ്റ് പോപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ലോങ് പ്രസ് ആണ് മെഷീൻ ഓഫ് ചെയ്യുന്നത്. മെഷീൻ ഈസ് ഓഫ്. യു ജസ്റ്റ് നീഡ് ടു pop and open it just like that, you can just simply put there. കണ്ടോ, അത്ര ഈസിയാണ് മെഷീന്. പിന്നെ ഈ ഡോക്ക് ഞാൻ ഭയങ്കര ഫാനാണ് ഈ ഡോക്കിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്കിൽ നമ്മൾ ബാറ്ററി ഫിക്സ് ചെയ്ത് കണ്ടോ, ഭയങ്കര സ്ട്രോങ് ആണ് ഇത്. ചുമ്മാ ഒന്ന് ഇളകിയൊന്നും പോക്കുന്നില്ല കണ്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൻ്റെ ബാക്കിലൊരു ഒരു മാഗ്നറ്റിക് ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റേഷനിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ എന്താ പറയുക ഒട്ടിച്ച് വെക്കാൻ പറ്റും. എല്ലാം നല്ലൊരു പ്രീമിയം ഫീലാണ്, ഓൾ ഓവർ പ്രീമിയം ഫീലാണ്. എനിക്ക് ഈ ചാർജിങ് ഡോക്ക് മാത്രമേ ഇച്ചിരി കോമഡി ആയിട്ട് തോന്നി. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ കത്തും. അത് മാത്രമാണ് ഭയങ്കര ഒരു ലോ ക്വാളിറ്റി ഫീൽ എനിക്ക് കിട്ടിയത്. പിന്നെ ഈ മെഷീൻ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള മെഷീനാണ്. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ത്രെഡിൻ്റെ ഇത് കണ്ടോ, ഈ ത്രെഡിൻ്റെ ഗ്യാപ്പും ഈ ത്രെഡിൻ്റെ വലുപ്പം കണ്ടോ. ജനറലി നമ്മൾ കെബലോസ് ഒക്കെ എടുത്ത് നമ്മൾ തഴിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ത്രെഡിൻ്റെ ഗ്യാപ്പ് വളരെ ചെറുതായിരിക്കും. അപ്പം അങ്ങനെയുള്ള മെഷീൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററിയും മോട്ടറും ഒക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ഒരു കൊല്ലം ഓടാൻ മാത്രം, അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു മെഷീനാണ് ഇതൊക്കെ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നൊരു മെഷീനാണ്. പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ബൈ ദിസ് മെഷീൻ, ഇറ്റ് ഗൈസ് ക്യാൻ ഗെറ്റ് ദിസ് ഫ്രം കിങ് സ്റ്റാറ്റസ് സപ്ലൈ. ഞാനിത് ഇട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല. പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് മെഷീൻ മേടിക്കുക. ഓക്കെ, അപ്പോൾ ബൈ ഫോർ നൗ.